എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇംഗ്ലീഷ് മലയാളം പാട്ടാണ് നമ്മളിപ്പോൾ പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. They did not come dash the meeting was half over. ആൻസർ എന്താ പറയാ? അണ്ടിൽ അല്ലേ? ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. He still dash in touch with most of his old schoolmates. ആൻസർ എന്താ വരിക? He still keeps in touch with most of his old school mates. Next question. We dash off coffee, so we adjusted with tea. എന്താ പറയാ? We run out of coffee, so we adjusted with tea. Next question. Dash you mind waiting here till I return. എന്താ പറയാ? Would you mind waiting here till I return? Next question. He is dash European tourist. ആൻസർ എന്താ പറയാ? എ യൂറോപ്യൻ ആണ്. ഇ ആണ് വെച്ചെങ്കിലും നമ്മൾ സൗണ്ട് ചെയ്യണത് യൂറോപ്യൻ എന്നാണ്. അതുകൊണ്ട് ഇവിടെ എ ആണ് ആർട്ടിക്കിൾ ചേർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്റ്റർഡേ ഷാരോൺ ഡാഷ് ടു ദ സ്റ്റേഷൻ ടു മീറ്റ് അനു. ആൻസർ എ ആണ്. യെസ്റ്റർഡേ അതായത് കഴിഞ്ഞുപോയ കാര്യമാണ്. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. യെസ്റ്റർഡേ ഷാരോൺ വെന്റ് ടു ദ സ്റ്റേഷൻ ടു മീറ്റ് അനു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈ ബർത്ത്ഡേ ഈസ് ഡാഷ് ഒക്ടോബർ 28th. മൈ ബർത്ത്ഡേ ഈസ് ഓൺ October 28th. Next question. The meaning of the word garrulous. ആൻസർ എന്താണ്? ടോക്കട്ടീവ് എന്നുള്ള അർത്ഥമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയ്തർ ഓഫ് us dash sweets. നെയ്തർ ഓഫ് us likes sweets. Next question. Colt is the younger one of. എന്തിന്റെ കുട്ടീനെയാണ് പറയുക കോൾട്ട് എന്ന്? ഹോഴ്സ് കോൾട്ട്. ഹോഴ്സിന്റെ കുട്ടിയാണ് കോൾട്ട്. നെക്സ്റ്റ് മലയാളാണ്. വിപരീത പദം എഴുതുക. വിയോഗം. വിയോഗം എന്ന് പറഞ്ഞ വേർപാട് എന്നുള്ള അർത്ഥം. അപ്പൊ എന്താണ്? സംയോഗം, കൂടിച്ചേരല്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്നതിൽ വിഹകം എന്ന അർത്ഥം വരുന്ന പദം ഏത്? ഖഗം, വിഹകം ഒക്കെ പക്ഷിയുടെ പര്യായമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേർത്തെഴുതുക. ദുഹു പ്ലസ് ജനം. ദുഹു പ്ലസ് ജനം എന്താണ് എഴുതുക? ദുർജനം. സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ ജോഡി ഏത്? ഇതില് പര്യായങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ളത്? മഞ്ഞ്, നിഹാരം, തുഷാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എതിർലിംഗം എഴുതുക. ഭൃത്യ. ഭൃത്യക്ക് എതിർലിംഗം എന്താ വരിക? ഭൃത്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. പിരിച്ചെഴുതുക. അവൻ. അവൻ എങ്ങനെയാ പിരിച്ചെഴുതുക? ആ പ്ലസ് അൻ, അവൻ. ശരിയായ പദം എഴുതുക. ആഖ്യാനം. ആഖ്യാനം എങ്ങനെയാണ് എഴുതുക? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏത്? നാടോടുമ്പോൾ നടുവേ ഓടണം. അതാണ് കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്നുള്ള സൂചന നൽകുന്നത്. എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. ശരിയായ പരിഭാഷ ഏത്? ആൻസർ ബി. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് അല്ലേ? അതായത് അവനവന്റെ കുട്ടികളെ അവർക്ക് തന്നെ ഭയങ്കര കാര്യമാണല്ലോ. അതേപോലെ തന്നെ നമ്മള് ഏത് പോട്ടറാണോ ഉണ്ടാക്കണത് അവർക്ക് അവരുണ്ടാക്കണ സാധനം നല്ലതാണ് എന്നുള്ള അർത്ഥമാണ് അതിലുള്ളത്.
അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്